ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 40ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസമാണ് അത് നിരാഹാര സമരമാക്കി മാറ്റിയത്. അനിശ്ചിതകാല നിരാഹാര സമരമാണ് സ്ത്രീകൾ നടത്തുന്നത്. അവർ നടത്തുന്ന സമരം ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. സാർ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കഴിഞ്ഞ ദിവസം ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും അന്ന് ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരോഗ്യമന്ത്രിയുടെയും NHM ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലൊരു ശ്രമം നടത്തിയുണ്ടായി. ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു. പക്ഷെ നമുക്കറിയാമല്ലോ സാർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭരണ നേതൃത്വത്തിലുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല. തുടർച്ചയായി അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത്. ഇത് തീർത്ത് അവസാനിപ്പിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സബ്മിഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങൾ അറിഞ്ഞതും കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് കൂടി ചർച്ച നടത്തുന്നതാണ്. ഞങ്ങൾ ഇവിടെ നിയമസഭയിൽ ഈ കാര്യത്തിന് വേണ്ടി ശക്തിയായി ആവശ്യപ്പെടുമ്പോൾ തന്നെ പാർലമെൻറ്റിലെ UDF MPമാർ പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയായ സമരവും ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിമായിട്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല. എന്താണ് കാര്യമെന്ന് നമുക്കറിയില്ല. അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പോയതാണ് കാണാൻ പറ്റാത്തതെന്നും അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ റിക്വസ്റ്റ് ഗവൺമെൻറ് മുൻകൈയെടുത്ത് അടിയന്തിരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമ്മുടെ MPമാർ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് കൂടി അക്കാര്യത്തിൽ ശ്രമിച്ച് ഈ വിഷയം നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സഭയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായി. സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാമെന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണിത്. കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ്. സംസ്ഥാനം ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 354. 26,000 പേരിൽ 1.3% പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. മെൻഷൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട മന്ത്രി കുറെ കൂടി ഞാൻ വളരെ പോസിറ്റീവാണ് റിക്വസ്റ്റ് വെച്ചത്. അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞത് അല്ല, പോസിറ്റീവായിട്ടല്ല. അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത്. നേരത്തെ മന്ത്രിമാരെടുത്ത നിലപാട് അദ്ദേഹം കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ.
അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത്. സാർ, ഒറ്റ കാര്യം അദ്ദേഹം പറയാം. ഒറ്റ കാര്യം, ഒന്ന്, മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത്. കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്ക് ഇത്രയും ജോലി ഭാരമില്ല. നമ്പർ 1 അത് പറഞ്ഞാണ് നമ്മള്. സാർ, എന്നെ സബ്മിഷനിൽ സാധാരണ അറിയാലോ, അങ്ങേക്ക് അറിയാലോ. അദ്ദേഹം സംസാരിച്ചല്ലോ. അല്ലല്ല, അങ്ങേക്ക് അറിയാലോ സബ്മിഷനിൽ സാധാരണ. അങ്ങ് പറഞ്ഞോ. ഞാൻ വോക്കൗട്ടാണ്. ഞാൻ വോക്കൗട്ട് ചെയ്യുന്ന പ്രസംഗം നടത്തുവാണ്. അല്ലല്ല, അങ്ങ് പറഞ്ഞോ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരാണ്. ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തോടൊപ്പം ഇല്ല. സാർ, ഇതൊരു വേറെ യൂണിയനാണ് നടത്തുന്നത്. ഞങ്ങളുടെ ANTUC യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട്. സാർ, ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ 11 വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 11 വർഷം മുമ്പ്. അപ്പൊ ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല. സാർ, സമരം ന്യായമായ സമരമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ MP-മാർ, ഞാൻ പറഞ്ഞു നേരത്തെ, പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട്. സാർ, ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അവരോടൊപ്പമാണ്. സാർ, അതുകൊണ്ട് ഇപ്പോഴും നിഷേധാത്മകമായ വിഷ്ണു അവിടെ പോയിരിക്കെ കൺക്ലൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ. അതേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങ് പറഞ്ഞോ. ഒന്ന് പ്ലീസ്. അവിടെ പോയിരിക്കെ. അവിടെ മിനിസ്റ്റർ പ്ലീസ് പ്രതിപക്ഷം ഒന്ന് പറ അവരോട്. അങ്ങ് പറ അവരോട്. മൈക്ക് തരാം. അങ്ങ് പറ അവരെടുത്ത്. ഒന്നവിടെ ഇരുത്തിക്ക്. മൈക്ക് തരാം. നിങ്ങൾ ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്ക്. മൈക്ക് തരാം. അവിടെ ഇരിക്കെ. ഒന്ന് ടീമിനെ തിരിച്ചു വിളിക്കാം അങ്ങോട്ട്. മൈക്ക് തരാം. അവരിരുന്നു. അങ്ങ് ടീമിനെ തിരിച്ചു വിളിക്ക്. സീറ്റിലേക്ക് അയക്ക്. ശ്രീ മാത്യു പ്ലീസ്. സീറ്റിലേക്ക്. ഞാൻ സാർ 2 മിനിറ്റാണ് ഞങ്ങൾക്ക്. ഞാൻ ഈ പ്രതിപക്ഷത്തിന് വേണ്ടി 2 മിനിറ്റ് ഇത് മെൻഷൻ ചെയ്ത് പോവാൻ പോലും ഈ സഭയിൽ അവസരമില്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുന്നത്? ഇത് 99 പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ? ഒരു കാര്യമല്ലേ പറയുന്നത്. 15 മിനിറ്റ് മന്ത്രി അദ്ദേഹം പറഞ്ഞോട്ടെ. 15 മിനിറ്റ് ഈ മന്ത്രി പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നില്ലേ? മാത്രമല്ല, ഐ വാസ് കൺക്ലൂഡിങ്. ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട പാർലമെന്റ് കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടിയും മറുപടി പറഞ്ഞത്. സാർ, ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തു.